ഹായ് ഓൾ. യെസ്, അപ്പോൾ നമ്മുടെ നീറ്റ് സ്കോർ ഉപയോഗിച്ചുകൊണ്ട് ഇനി ഏതൊക്കെ ഹെൽത്ത് റിലേറ്റഡ് കോഴ്സുകളിൽ അഡ്മിഷൻ എടുക്കാം എന്നുള്ള ഒരു കണ്ടുപിടുത്തങ്ങളിലാണ് നമ്മളുള്ളത്. നമ്മൾ കേരളയുമായി ബേസ്ഡ് ആയിട്ടുള്ള പല പല കോഴ്സുകളെക്കുറിച്ച് നമ്മൾ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇല്ലാത്തൊരു ചാനലിൽ പോയി നോക്കുക. ചാനലിൽ പ്രോപ്പറായിട്ടുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് മറ്റൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് നോക്കാം. ഇന്ത്യയിൽ തന്നെ വളരെ പ്രോമിനൻ്റ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് നാഷണൽ ഇമ്പോർട്ടൻസ് എന്ന് പറയും. വേൾഡിൽ തന്നെ റെക്കഗ്നീഷനുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് നാഷണൽ ഇമ്പോർട്ടൻസ് INIയുടെ അണ്ടറിൽ വരുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ജവഹർലാൽ നെഹ്റു ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പോസ്റ്റ് ഗ്രാജുവേറ്റ് മെഡിക്കൽ എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച്, പുതുച്ചേരി ആൻഡ് കാരക്കൽ. അപ്പം ജിപ്മർ എന്ന് പറയുന്നത് വളരെ കുറഞ്ഞ ചികിത്സാ നിരക്കിൽ അല്ലെങ്കിൽ വളരെ ഫീസിബിളായുള്ള നിരക്കിൽ ട്രീറ്റ്മെൻറ്റ്സ് ചെയ്യുന്ന വളരെ പോപ്പുലർ ആയിട്ടുള്ളൊരു ഹോസ്പിറ്റലാണ് ശരിക്കും ജിപ്മർ. ജിപ്മറിൽ ചികിത്സയ്ക്ക് മാത്രമല്ല അവിടെ പഠിക്കാനും ശരിക്കും പൊതുവെ ഫീസസ് കുറവാണ് ജനറലി. അപ്പോൾ ഈ ജിപ്മറിൽ ആക്ച്വലി MBBSൻ്റെ ഒക്കെ കട്ട് ഓഫ് വരുന്നത് ഏകദേശം ഈ വർഷമൊക്കെ ആണെങ്കിൽ എങ്ങനെ പോയാലും ഒരു 700+ ആണ് ശരിക്കും അവിടുത്തെ MBBS കാറ്റഗറി ഉള്ള കട്ട് ഓഫ് വരിക ജനറൽ കാറ്റഗറിയിൽ. അവിടെ തന്നെ MBBS മാത്രമല്ല വിവിധ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള അലൈഡ് കോഴ്സുകളും അവൈലബിൾ ആണ്. അതും നീറ്റ് സ്കോറിൻ്റെ ബേസിസിലാണ് എന്നുള്ളതാണ് ശരിക്കും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് ഒരു തരത്തിൽ എല്ലാവർക്കും ഒരു ഓപ്പർച്യൂണിറ്റി പ്രൊവൈഡ് ചെയ്യുന്ന രീതിയിൽ തന്നെയാണ് ശരിക്കും. അതും പ്രോപ്പർലി നീറ്റ് സ്കോറിൻ്റെ ബേസിസിലാണ്. ജിപ്മറിൻ്റെ വെബ്സൈറ്റിലാണ്. നിങ്ങൾ ജസ്റ്റ് ഗൂഗിൾ ചെയ്താൽ ജിപ്മർ പുതുച്ചേരി എന്ന് ജസ്റ്റ് ഗൂഗിൾ ചെയ്താൽ തന്നെ ജിപ്മറിൻ്റെ വെബ്സൈറ്റ് വരും. സോ അങ്ങനെയുള്ള ജിപ്മറിലുള്ള അലൈഡ് കോഴ്സുകൾ ഏതൊക്കെയാണ്? അലൈഡ് ഇതാണ് നമ്മുടെ ജിപ്മർ ക്യാമ്പസ്. വളരെ വിശാലമായ ക്യാമ്പസാണ്. അപ്പം അത് മാത്രമല്ല ശരിക്കും ഈ പറഞ്ഞ പോലെ അലൈഡ് കോഴ്സുകളിലെ ഫീസ് എത്രയാണ്, കട്ട് ഓഫ് എത്രയാണെന്നുള്ളതെല്ലാം പറയുന്ന ഡീറ്റെയിൽഡ് വീഡിയോ ആണ് ശരിക്കും ഇത്. അപ്പം ജിപ്മറിൽ ആക്ച്വലി ശരിക്കും പറഞ്ഞാൽ നമുക്കിപ്പം ഈ പറഞ്ഞ പോലെ MBBS കോഴ്സുകൾ നമ്മളിപ്പോൾ കണ്ട പോലെ തന്നെ MBBS കോഴ്സുകൾ പോലെ തന്നെ അവിടെ BSc നഴ്സിംഗ് കോഴ്സുകളുണ്ട്. അതേപോലെ മറ്റ് അലൈഡ് കോഴ്സുകളുമുണ്ട്. ഏതൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയുടെ വരുന്ന വഴി നമ്മൾ ഈ വീഡിയോയിൽ കാണുന്നതാണ്. സോ ജിപ്മറിലെ അലൈഡ് കോഴ്സുകളിലേക്കുള്ള അഡ്മിഷൻ ശരിക്കും നീറ്റ് സ്കോറിൻ്റെ ബേസിലാണ്. സാധാരണ നഴ്സിങ്ങിനൊക്കെ നീറ്റ് സ്കോർ വാങ്ങേണ്ടി വരുന്നത്, അല്ലെങ്കിൽ നീറ്റ് സ്കോർ ഇപ്പോൾ MNS മിലിറ്ററി നഴ്സിംഗ് സർവീസ് ഒക്കെ പോലെ തന്നെ നീറ്റ് സ്കോറിൻ്റെ ബേസിസിൽ അഡ്മിഷൻ എടുക്കുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് തന്നെയാണ് ശരിക്കും ജിപ്മർ പുതുശ്ശേരി എന്ന് പറയുന്നതും. അവിടെ നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ ജിപ്മറിൻ്റെ വെബ്സൈറ്റിൽ, ജിപ്മറുടെ എഡ്യൂന്ന വെബ്സൈറ്റിൽ കയറി നിങ്ങൾ അതായിട്ടില്ല, അതൊരു കുറച്ച് സമയം കഴിഞ്ഞിട്ട് നീറ്റിൻ്റെ സ്കോറെല്ലാം വന്ന് നീറ്റിൻ്റെ റാങ്ക് എല്ലാം വന്ന് എല്ലാം കഴിഞ്ഞിട്ടായിരിക്കും നിങ്ങളുടെ അതിൻ്റെ പ്രോപ്പറായിട്ടുള്ള പ്രൊസീജിയേഴ്സ് ഒക്കെ വരുന്നത്. അപ്പം അവിടെ ഇതേപോലെ തന്നെ നിങ്ങൾ ഈ ഓപ്പൺ കൗൺസിലിംഗ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇത്രയും ഇവിടെ ഒരു സീറ്റ് മെട്രിക്സ് ഉണ്ട്. ഈ കാണുന്ന 181 സീറ്റ്സിലേക്കാണ് ശരിക്കും അവർ കോഴ്സിൻ്റെ കൗൺസിലിംഗ് നടത്തുക. അപ്പോൾ ആ കൗൺസിലിങ്ങിന് നിങ്ങളെ അവിടെ നിങ്ങളുടെ റാങ്ക് ലിസ്റ്റ് നിങ്ങളുടെ രജിസ്റ്റർ ചെയ്യുന്നതിൻ്റെ ബേസിൽ ഒരു റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുകയും എലിജിബിൾ ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിന് വേണ്ടി ശരിക്കും അവിടെ ഒരു ഓപ്പൺ കൗൺസിലിംഗ് നടത്തുകയും ആ ഓപ്പൺ കൗൺസിലിങ്ങിൻ്റെ ബേസിൽ ഇതിനകത്ത് നിങ്ങൾക്ക് ഏതാണോ വേണ്ടത് ആ കോഴ്സിലേക്ക് നിങ്ങൾ അലോട്ട് ചെയ്യുകയാണ് ശരിക്കും ജനറലി അവിടെ നടക്കുന്നത്. അപ്പോൾ അവിടെ ശരിക്കും പറഞ്ഞാൽ ഇതാണ് അലൈഡ് കോഴ്സുകളുടെ അപ്രോക്സിമേറ്റ് ഫീസ് സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഒരു ചെറിയ വേരിയേഷൻസ് ഉണ്ടായാൽ പോലും ഒരു വർഷം നിങ്ങളവിടെ നിങ്ങളുടെ കോഴ്സ് പഠിക്കാൻ വേണ്ടി നിങ്ങൾ കൊടുക്കേണ്ട പൈസ എന്ന് പറഞ്ഞാൽ 5760 രൂപയാണെന്ന് ആലോചിച്ച് നോക്കുക. വളരെ ഫീസിബിളായി, അതും വളരെ ഹൈ ക്വാളിറ്റി എക്സ്പോഷറിൽ, മീൻസ് വേൾഡ് റിനൗണ്ട് ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. ഇന്ത്യയിലെ തന്നെ വൺ ഓഫ് ദ ടോപ്പ് മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ജിപ്മർ എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ പഠിക്കാൻ പറ്റുന്ന ഒരു അവസരമാണ് ശരിക്കും ജിപ്മർ പുതുശ്ശേരി. അവിടെ തന്നെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലാകും. ലാസ്റ്റ് ഇയർ നഴ്സിംഗ് OBC കട്ട് ഓഫ് എന്ന് പറഞ്ഞാൽ അപ്രോക്സിമേറ്റ്ലി 490 ആയിരുന്നു. ഇയർ എന്തായാലും കൂടും, അതിനുള്ള ചാൻസുകളുണ്ട്. എന്നാൽ പോലും നമുക്ക് എക്സ്പെക്റ്റഡ് ആയിട്ട് ഒരു 500+ OBC കട്ട് ഓഫും ജനറൽ കട്ട് ഓഫ് ആണെങ്കിൽ 520+ ഒക്കെ നമുക്ക് പറയാം. പക്ഷേ ഇറ്റ് ഡിപ്പെൻസ്. നമുക്കിതിപ്പം എക്സ്പെക്റ്റഡ് ആണെന്ന് പറയാമെങ്കിൽ പോലും അവിടുത്തെ അപ്ലൈഡ് കാൻഡിഡേറ്റ്സിന് എണ്ണം അനുസരിച്ച് എന്ത് ചെയ്യാം, അത് മാറാം. ഉറപ്പായിട്ടും അവിടെ ചേഞ്ചസ് ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട്. അലൈഡ് കോഴ്സസും ഇതുപോലെ തന്നെ ലാസ്റ്റ് ഇയർ ഒക്കെ ഒരു ജനറൽ 440 ഒക്കെ കയറിയിട്ടുണ്ട്. പക്ഷേ അത് ഈ വർഷവും എന്ത് ചെയ്യാം, ചേഞ്ച് ആവാനുള്ള ചാൻസ് ഉണ്ട്. അലൈഡ് കോഴ്സുകളുടെ സീറ്റുകളുടെ എണ്ണം പൊതുവേ കുറവാണ്. പക്ഷെ എന്നാൽ പോലും നമുക്ക് ഒരാശ്വാസമാണ്. ഒരു മെഡിക്കൽ കോഴ്സിലേക്കും, അതും റിനൗഡ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നൊരു മെഡിക്കൽ കോഴ്സ് പഠിച്ചിറങ്ങുക എന്ന് പറയുന്നത് ദാറ്റ് ഈസ് വെരി നിങ്ങൾക്കും ഭയങ്കരമായി നല്ല യൂസ്ഫുൾ ആവുന്നൊരു കാര്യം തന്നെയായിരിക്കും. സോ ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ്, ഗോ ഫോർ എ നീറ്റ് സ്കോറിൻ്റെ ബേസിൽ ഈ പറഞ്ഞ പോലെ ഒരു ഏരിയ ഓഫ് സ്കോർസ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്തിടാം. എന്തായാലും അപ്ലൈ ചെയ്തിട്ട് നിങ്ങൾക്ക് അവിടെ താല്പര്യമുണ്ടെങ്കിൽ യു ഷുഡ് ഗോ ആൻഡ് സ്റ്റഡി. നമുക്കിനി അവിടുത്തെ കോഴ്സസിനെ കുറിച്ചൊന്ന് നോക്കാം. അവിടെ ശരിക്കും പറഞ്ഞാൽ ഫസ്റ്റ് ഓഫ് ഓൾ BSc നഴ്സിംഗ് ആണ്. BSc നഴ്സിംഗിന് 94 സീറ്റുകളാണ് ശരിക്കും ജിപ്മറിലുള്ളത്. അവിടെ 85 കഴിഞ്ഞ വർഷത്തെ ഡാറ്റയാണ്. ആക്ച്വലി 85 സീറ്റ്സ് ഫീമെയിൽ കാൻഡിഡേറ്റ്സിനും 9 സീറ്റുകൾ മെയിൽ കാൻഡിഡേറ്റ്സിനുമാണ് അവർ റിസർവ് ചെയ്തിട്ടുള്ളത്. പിന്നെയുള്ളത് അലൈഡ് ഹെൽത്ത് സയൻസ് കോഴ്സുകളാണ്, പാരാമെഡിക്കൽ പോലെയുള്ള കോഴ്സുകളാണ്. പിന്നെ നിങ്ങൾ കാണുന്നത് ഇത്രയും വെറൈറ്റി ഓഫ് കോഴ്സുകളിൽ എല്ലാം കൂടെയായി ഇത്രയും ടോട്ടൽ സീറ്റുകളാണ് ശരിക്കും.
അലൈഡ് ഹെൽത്ത് കോഴ്സുകളിൽ ശരിക്കും അവിടെ ഉള്ളത്. നിങ്ങൾ അവിടെ നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും. അവിടെ MLT ഉണ്ട്, മെഡിക്കൽ ലബോറട്ടറി സയൻസസ് എന്ന് പറഞ്ഞ വളരെ സ്കോപ്പ്ഫുൾ ആയിട്ടുള്ളൊരു ബ്രാഞ്ച് തന്നെയാണ്. അവിടെ 37 സീറ്റാണ് ഒരു വർഷം അവർ അലോട്ട് ചെയ്തിട്ടുള്ളത്. ബാക്കി അനസ്തേഷ്യ ടെക്നോളജി, ഒപ്റ്റോമെട്രി, കാർഡിയക് ലബോറട്ടറി ടെക്നോളജി, ഡയാലിസിസ് തെറാപ്പിക് ടെക്നോളജി, മെഡിക്കൽ ലബോറട്ടറി ടെക്നോളജി ഇൻ ബ്ലഡ് ബാങ്കിങ്, ഇമേജിംഗ് ടെക്നോളജി ആൻഡ് റേഡിയോളജി, ന്യൂറോ ടെക്നോളജി, ന്യൂക്ലിയർ മെഡിസിൻ ടെക്നോളജി, പെർഫ്യൂഷൻ ടെക്നോളജി, റേഡിയേഷൻ ടെക്നോളജി, ഇത്രയും വിവിധ കോഴ്സുകളിലേക്ക് മൊത്തം നേഴ്സിംഗ് ഇൻക്ലൂഡ് ചെയ്തിട്ട് 181 സീറ്റുകളാണ് ശരിക്കും ജിപ്മറിലുള്ളത്. അപ്പോൾ അത് ജസ്റ്റ് ഫോർ യുവർ ഇൻഫർമേഷൻ നമ്മൾ ഷെയർ ചെയ്യുകയാണ്. ഇതേപോലെ തന്നെ നിങ്ങൾക്ക് മറ്റൊരു എക്സാമും കൂടെ തന്നെ വരുന്നുണ്ട്. അതിൻ്റെ അനൗൺസ്മെൻ്റ് ഒന്നും ആയിട്ടില്ല ശരിക്കും. അത് ആക്ച്വലി നീറ്റ് സ്കോറിൻ്റെ ബേസിലല്ല, സെപ്പറേറ്റ് എക്സാം ആയിരിക്കും. ഇതും വൺ ഓഫ് ദ ഇമ്പോർട്ടൻറ്റ് ഇക്വേഷൻ ആണ്. PGMR എന്ന് പറയും. അത് ചണ്ഡീഗഡിൽ ഇൻസ്റ്റിറ്റ്യൂഷനാണ്. അതിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് വെബ്സിൽ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. പക്ഷേ അതിന് പ്രത്യേക എൻട്രൻസ് എക്സാമാണ്. നിങ്ങളുടെ +2ൻ്റെ ക്വാളിഫയിങ് എക്സാം കഴിഞ്ഞ് നിങ്ങൾ അതിൽ രജിസ്റ്റർ ചെയ്തിട്ട് അവരുടെ എൻട്രൻസ് എക്സാം എഴുതലാണ് സാധാരണ ചെയ്യാറ്. അവിടെയും ഇതേപോലെ തന്നെ നഴ്സിംഗും പാരാമെഡിക്കൽ കോഴ്സുകളൊക്കെ ഉണ്ടാവും. ശരിക്കും ഇവിടെയും ഈ പറഞ്ഞ പോലെ എൻട്രൻസ് എക്സാം ക്വാളിഫൈ ചെയ്യണം. പക്ഷേ ജിപ്മറിൻ്റെ പ്രത്യേകത, നിങ്ങൾക്ക് ഇനിയൊരു എൻട്രൻസ് എക്സാം എഴുതേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് നീറ്റ് സ്കോറിൻ്റെ ബേസിൽ തന്നെ ക്രാക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. ഒരുപാട് മലയാളികളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ പഠിക്കുന്നുണ്ട്. സോ നിങ്ങൾക്കും അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി, ഒരു ഓൾ ഇന്ത്യ ലെവലിൽ ഓപ്പർച്യൂണിറ്റി വരുമ്പം അത് മാക്സിമം ഗ്രാബ് ചെയ്യാൻ ശ്രമിക്കുക. ഇനി ഇതുപോലെയുള്ള ബാക്കി കോളേജുകളെ കുറിച്ചുമുള്ള ഡാറ്റാസൊക്കെ നമുക്കിനി വരുന്ന വഴിയിൽ ചെയ്യാം. സോ സബ്സ്ക്രൈബ് ദി ചാനൽ. താങ്ക് യു സോ മച്ച്. ഓൾ ദി ബെസ്റ്റ്.